ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഭൂമിയുടെ ചലനങ്ങളെക്കുറിച്ചാണ്. ഭൂമിയുടെ പ്രധാന ചലനങ്ങളായ ഭ്രമണത്തെയും പരിക്രമണത്തെയും കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഇതിനൊരു പൂർണ്ണ ഭ്രമണം നടത്താൻ ഏകദേശം 24 മണിക്കൂർ സമയമെടുക്കുന്നു. ഇതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഭ്രമണം കാരണം ഭൂമിയിൽ രാവും പകലും ഉണ്ടാകുന്നു. സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് പകലും അല്ലാത്ത ഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. രാവും പകലും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയെ പ്രകാശവൃത്തം എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ ഭ്രമണം കാരണം ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ ദിശയിൽ വ്യതിയാനം സംഭവിക്കുന്നു. ഇതിനെ കോറിയോലിസ് പ്രഭാവം എന്ന് പറയുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഇത് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തെ ഇടത്തോട്ടും കാറ്റുകളെയും സമുദ്രപ്രവാഹങ്ങളെയും വ്യതിചലിപ്പിക്കുന്നു. ഭൂമി സൂര്യനെ ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ ചുറ്റി സഞ്ചരിക്കുന്നതിനെ പരിക്രമണം എന്ന് വിളിക്കുന്നു. ഇതിനായി 365 ദിവസവും 6 മണിക്കൂറും എടുക്കുന്നു. 4 വർഷം കൂടുമ്പോൾ ഈ 6 മണിക്കൂറുകൾ ചേർത്ത് ഒരു ലീപ്പ് വർഷം കണക്കാക്കുന്നു. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തുവരുന്ന അവസ്ഥയെ സൂര്യസമീപകമെന്നും ഏറ്റവും അകലെ വരുന്ന അവസ്ഥയെ സൂര്യോച്ചമെന്നും വിളിക്കുന്നു. ഈ ദൂരവ്യത്യാസം ഗുരുത്വാകർഷണത്തെയും പരിക്രമണ വേഗതയെയും ബാധിക്കുന്നു. ഭൂമിയുടെ അച്ചുതണ്ട് ഒരു വൃത്തം പൂർത്തിയാക്കുന്ന ചലനമാണ് അയനം അഥവാ പ്രിസഷൻ. ഏകദേശം 26,000 വർഷമെടുക്കുന്ന ഈ ചലനം ദീർഘകാല കാലാവസ്ഥാ മാറ്റങ്ങളെ സ്വാധീനിക്കുന്നു. ഭൂമിയുടെ അച്ചുതണ്ട് 23.5 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നതിനാൽ സൂര്യന്റെ സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കുമിടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് രാവും പകലും നീളത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു. മാർച്ച് 21 വസന്തവിഷുവത്തിലും സെപ്റ്റംബർ 23 ശരത്കാല വിഷുവത്തിലും സൂര്യരശ്മികൾ ഭൂമധ്യരേഖയിൽ ലംബമായി പതിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഭൂമിയിൽ എല്ലായിടത്തും രാവും പകലും തുല്യദൈർഘ്യമായിരിക്കും. ജൂൺ 21 ഉത്തരായന സംക്രമം സംഭവിക്കുന്നു. ഈ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ചെറിയ രാത്രിയും അനുഭവപ്പെടുന്നു. വടക്കൻ ധ്രുവപ്രദേശത്ത് 6 മാസം പകലായിരിക്കും. ഡിസംബർ 22 ദക്ഷിണായന സംക്രമം സംഭവിക്കുന്നു. ഈ സമയം ദക്ഷിണാർദ്ധഗോളത്തിൽ പകൽ ദൈർഘ്യം കൂടുകയും വടക്കൻ ധ്രുവപ്രദേശത്ത് തുടർച്ചയായ ഇരുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നു. സൂര്യന്റെ സ്ഥാനം ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് മാറുന്നതിനെ ഉത്തരായനമെന്നും തെക്കോട്ട് മാറുന്നതിനെ ദക്ഷിണായനമെന്നും വിളിക്കുന്നു. ശക്തമായ സൗരവാതങ്ങൾ മൂലം ധ്രുവപ്രദേശങ്ങളിൽ ആകാശത്ത് വർണ്ണാഭമായ പ്രകാശം ദൃശ്യമാകുന്നു. വടക്കൻ ധ്രുവത്തിൽ ഇതിനെ ഓറോറ ബൊറിയാലിസ് എന്നും തെക്കൻ ധ്രുവത്തിൽ ഓറോറ ഓസ്ട്രാലിസ് എന്നും പറയുന്നു. സൂര്യന്റെ സ്ഥാനത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും ഭൂമിയുടെ പരിക്രമണവുമാണ് ഋതുക്കൾക്ക് കാരണം. വസന്തം, വേനൽ, ശരത്കാലം, മഞ്ഞുകാലം എന്നിങ്ങനെ 4 പ്രധാന ഋതുക്കൾ ഭൂമിയിൽ അനുഭവപ്പെടുന്നു. ഓരോ ഋതുവിനും വ്യത്യസ്തമായ സവിശേഷതകളുണ്ട്. വേനൽക്കാലത്ത് ഉയർന്ന താപനിലയും ദൈർഘ്യമേറിയ പകലും ഉണ്ടാകുമ്പോൾ മഞ്ഞുകാലത്ത് കുറഞ്ഞ താപനിലയും ദൈർഘ്യമേറിയ രാത്രികളും അനുഭവപ്പെടുന്നു. ഇന്ത്യയിലെ പരമ്പരാഗതമായ 6 ഋതുക്കളെക്കുറിച്ച് നമുക്ക് നോക്കാം. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം എന്നിവയാണ് അവ. ഇനി നമുക്ക് സമയത്തെക്കുറിച്ച് പഠിക്കാം. ഭൂമി സ്വയം കറങ്ങുന്നതുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമയത്തിൽ വ്യത്യാസം വരുന്നത്. 24 മണിക്കൂർ കൊണ്ട് ഭൂമി 360 ഡിഗ്രി കറങ്ങുന്നു. പണ്ട് കാലങ്ങളിൽ നിഴലിന്റെ നീളം വെച്ചായിരുന്നു സമയം കണക്കാക്കിയിരുന്നത്. സൂര്യൻ തലയ്ക്ക് മുകളിൽ വരുന്ന സമയമാണ് ഉച്ചയായി കണക്കാക്കിയിരുന്നത്. ഇതിനായി ജന്തർ മന്തർ പോലെയുള്ള നിരീക്ഷണ കേന്ദ്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഓരോ രേഖാംശത്തിലും സമയം മാറുന്നത് വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി. അത് ഒഴിവാക്കാനാണ് രാജ്യങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് സമയം അഥവാ പ്രാമാണിക സമയം സ്വീകരിച്ചത്. അന്താരാഷ്ട്ര സമയ കണക്കുകൂട്ടലുകൾക്ക് ഗ്രീൻവിച്ച് മീൻ ടൈം അഥവാ GMT ഉപയോഗിക്കുന്നു. ലണ്ടനിലെ റോയൽ ഒബ്സർവേറ്ററിയിലൂടെ കടന്നുപോകുന്ന രേഖാംശമാണ് ഇതിനായി ആധാരമാക്കുന്നത്. ലോകത്തെ മൊത്തം 24 സമയ മേഖലകളായി തിരിച്ചിരിക്കുന്നു. വലിയ വിസ്തീർണമുള്ള റഷ്യ, USA തുടങ്ങിയ രാജ്യങ്ങളിൽ ഒന്നിലധികം സമയമേഖലകൾ നിലവിലുണ്ട്. ഇന്ത്യയുടെ കാര്യമെടുത്താൽ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ സമയത്തിൽ വലിയ വ്യത്യാസമുണ്ട്. അതിനാൽ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശത്തെ ആധാരമാക്കിയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അഥവാ I.S.T നിശ്ചയിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ദിനാങ്കരേഖ 180 ഡിഗ്രി രേഖാംശത്തിലൂടെ കടന്നുപോകുന്നു. ഈ രേഖ മുറിച്ചു കടക്കുമ്പോൾ തീയതിയിൽ മാറ്റം വരുന്നു. പസഫിക് സമുദ്രത്തിലെ കരപ്രദേശങ്ങൾ ഒഴിവാക്കിയാണ് ഈ രേഖ വരച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ഭൂമിയുടെ ഭ്രമണം പകലിനെയും രാത്രിയെയും നിയന്ത്രിക്കുമ്പോൾ പരിക്രമണം ഋതുക്കൾക്ക് കാരണമാകുന്നു. സമയമേഖലകളും സ്റ്റാൻഡേർഡ് സമയവും നമ്മുടെ ജീവിതം കൃത്യമാക്കാൻ സഹായിക്കുന്നു.